ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, നിങ്ങളുടെ വീട്ടിൽ പെരുന്നാളൊക്കെ കിട്ടിയ ബീഫ് കഴിഞ്ഞോ? അപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വായോ, ഇല്ലെങ്കിലും വായോ. ഇനി ബീഫ് മേടിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റാണ്. അപ്പോൾ പെരുന്നാൾ കിട്ടിയ ബീഫിൻ്റെ ലാസ്റ്റത്തെ ഓരി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ബീഫ് കോണ്ടാക്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ വലിയ പീസായിട്ടുള്ള ബീഫ് എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ഇനി മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനതൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് കുറച്ച് പൊടികളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ബീഫ് കിട്ടിയ ടൈമിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും അതുപോലെ കുരുമുളക് പൊടിയും ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിൽ 3 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, പെരുംജീരകം പാടെ നമ്മൾ ഒപ്പം അളവിൽ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അടുത്തതായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1.5 ടീസ്പൂൺ മൈദ, പിന്നെ 1 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബൗളിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടാണ് ഞാൻ കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത പറഞ്ഞാൽ വേഗം പോയി ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മളൊരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ ഞാൻ അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വറുത്ത് കോരിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇതിലോട്ട് വേറൊരു മസാല കൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഓയിലോട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലോട്ട് തന്നെ 2 പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലിട്ടൊരു 5-6 ചെറുള്ളി, എൻ്റെ കുറച്ച് വലിയ ചെറുള്ളി ആയതുകൊണ്ട് ഞാൻ 6 എടുത്തിട്ടുണ്ട്. ചെറുതായി കുറച്ചുകൂടി അധികം എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സ് ആയിട്ട് ഇതിന് മെയിൻ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് എല്ലാ ഭാഗത്താവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് കുത്തി കൊടുക്കരുത്, കാരണം ബീഫ് വെന്തതായതുകൊണ്ട് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കാനൊക്കെ തോന്നും. പക്ഷേ അപ്പോൾ ആരും എടുത്ത് കഴിക്കരുത്. നല്ല ചൂടുണ്ടാവും, നാവുള്ളൂ. അപ്പോൾ ചൂടാറിയ ശേഷം ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് കൊണ്ടാട്ടമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ നമുക്കിത് ഗാർണിഷിങ്ങിന് വേണ്ടി വേണമെങ്കിൽ കറിവേപ്പിലയും അതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മസാലയും ഈ ബീഫും കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ബീഫ് കൊണ്ടാട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.